welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് കോപ്പർ ബോട്ടം പാത്രങ്ങൾ അല്ലെങ്കിൽ ചെമ്പ് പാത്രങ്ങൾ എളുപ്പ വഴിയിൽ വൃത്തിയാക്കാനുള്ള 6 മെത്തേഡ്സാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു പഴയ പാത്രം എടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കുറേ നാളായിട്ട് ഉപയോഗിക്കാതെ അതിൻ്റെ അടിവശമൊക്കെ വൃത്തികേടായിരിക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ ആദ്യം കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സൈഡിൽ ഞാനിപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. അത് നമുക്ക് എന്തെങ്കിലും സ്പോഞ്ചോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് നോക്കാം. ഒരു 5 മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം ഒഴിച്ചാൽ കൂടുതൽ എളുപ്പത്തിൽ വൃത്തിയായി കിട്ടും. ഇനി നമുക്കത് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് അത് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയയിലേക്ക് നമുക്ക് ചെറുനാരങ്ങ, നമ്മൾ നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് പിഴിഞ്ഞെടുത്തതിൻ്റെ ബാക്കി ചെറുനാരങ്ങയുടെ തൊണ്ടായാലും മതി, അത് വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് നോക്കാം. അതും ഇതുപോലെ തന്നെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചേക്കുക. അതിനുശേഷം നമുക്ക് സ്പോഞ്ചോ സ്ക്രബോ ഉപയോഗിച്ചോ ഒന്നുകൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. ആ ഏരിയയും പെട്ടെന്ന് തന്നെ വെളുത്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷനിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടത് കുടംപുളിയാണ്. കുടംപുളി ഒരു കഷ്ണം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് തേക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാനൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത ഒരു കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് നോക്കാം. അതും ഒരു 5 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം സ്ക്രബ്ബറോ സ്പോഞ്ചോ ഉപയോഗിച്ച് ഒന്നുകൂടെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം, നന്നായിട്ട് 3 വശവും വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ 3 മെത്തേഡ് നമ്മളിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തിളങ്ങി കിട്ടും. അപ്പോൾ ഇത് 3 മെത്തേഡ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ വീട്ടിൽ ഓർക്കാപ്പുളി അല്ലെങ്കിൽ ഇരുമ്പം പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിൽ പറയാമെന്നറിയില്ല, ഈ ഒരു പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാത്രമൊക്കെ നല്ല സൂപ്പറായിട്ട് നമുക്ക് വെളുപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഈ പുളി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കയ്യിലിട്ട് തിരുമ്മിയതിന് ശേഷം ഒന്ന് തേച്ച് കൊടുക്കാം. അതിന് ശേഷം 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്ത സൈഡിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ പിഴിപുളി അല്ലെങ്കിൽ വാളംപുളിയാണ്. അതൊരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് തേച്ച് കഴുകാവുന്നതാണ്. ജസ്റ്റ് ഒരു സ്ക്രബ്ബർ വെച്ച് കഴുകുമ്പോൾ തന്നെ നന്നായിട്ട് വെളുക്കും. അതിനുശേഷം നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് തിളങ്ങി കിട്ടും. ഇപ്പോൾ 5 മെത്തേഡായിട്ടുണ്ട്. ഈ 5 മെത്തേഡ് വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്സാണ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്നത്, പെട്ടെന്ന് വെളുക്കാനായിട്ട് പണ്ടുള്ളവർ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് ചാരം. നമ്മൾ അടുപ്പിൽ കത്തിക്കുന്ന ചാരം ഉണ്ടെങ്കിൽ, കത്തിച്ചിട്ട് വരുന്ന ചാരം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുകയാണ് പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്നത്. അതും നല്ലൊരു മെത്തേഡാണ്. പാത്രം നന്നായിട്ട് വെളുത്ത് കിട്ടും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം കാണിച്ച 5 മെത്തേഡ്സാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 6 മെത്തേഡ്സും ഉപയോഗിച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാത്രം നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.